ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വിനി ശ്രുതിയുടെയും വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഹോളി ദിവസമാണ് അശ്വിനും ശ്രുതി ഒന്നാവുന്നത്. അശ്വിനും ശ്രുതി ഒന്നാവുന്നതും അവർ കെട്ടിപ്പിടിക്കുന്ന കുറച്ച് സീൻസൊക്കെ വരുന്നത് ഒരു ഹോളി എപ്പിസോഡിലാണ്. അപ്പോൾ അശ്വിൻ്റെ വീട്ടിലെ ഹോളി ആഘോഷിക്കുമ്പം അവരൊരു കുടിക്കാനുള്ള ഒരു മദ്യത്തിൻ്റെ ഒരു ഫ്ലേവറുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഹിന്ദിയിലൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്നത് ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇത് കുടിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ കുടിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവർക്കും ശ്രുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി കുടിക്കുന്നുണ്ടാവില്ല. പക്ഷേ അഞ്ജലി ശ്രുതിനെ നിർബന്ധിച്ചിട്ട് അത് കുടിപ്പിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ ശ്രുതി ഇങ്ങനെ കൈവിട്ട് പോവുകയാണ്. ശ്രുതി പറഞ്ഞിട്ട് കൈവിട്ട് പോകാൻ തുടങ്ങി എന്ന് മനസ്സിലാവുമ്പോൾ അശ്വിൻ ശ്രുതിനെ വിളിച്ച് പറയും. അത് അന്നത്തെ കാര്യങ്ങളൊക്കെ അന്നിങ്ങനെ അശ്വിൻ സാറ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശിക്കും അഞ്ജലിക്കും ഒരു ഡൗട്ട് പോലെ തുടങ്ങി. അപ്പോഴേക്കും അശ്വിൻ വന്ന് പറയുകയാണ്, ശ്രുതി നീ എന്തൊക്കെ പറയുന്നത്, വായ തോന്നിയതൊന്നും വിളിച്ച് പറയണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വായ തോന്നിയതൊന്നും അല്ല വിളിച്ച് പറഞ്ഞു, ഞാൻ സത്യമാണ് പറഞ്ഞത്, എനിക്കത് എല്ലാവരോടും പറയണം, ഇനി അത് എല്ലാവരോടും മറച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അശ്വിൻ പറയുന്നത്, ശ്രുതി ഒന്ന് ഒതുങ്ങിയിരിക്കും, നീ എന്തൊക്കെ കാണിക്കുന്നത്, എല്ലാവരും നിന്നെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നോക്കിക്കോട്ടെ, എനിക്ക് എല്ലാവരോടും സത്യം പറയണം, നിങ്ങളെക്കുറിച്ച് എനിക്ക് എല്ലാവരോടും പറയണം എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ശ്രുതിനെ അവിടെ നിന്ന് വലിച്ച് മാറ്റി കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കും ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നത്, എനിക്ക് മിണ്ടാതിരിക്കാനും പറ്റില്ല, എൻ്റെ മനസ്സിലുള്ളതൊക്കെ എനിക്ക് ആരോടെങ്കിലും തുറന്ന് പറയണം, എൻ്റെ മനസ്സെന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളും ഇത് കഴിക്കുക, എന്നാൽ ഞാൻ മിണ്ടാണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അശ്വിൻ പറയും, എനിക്കിത് വേണ്ട, ഞാൻ ഇതൊന്നും കഴിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും എല്ലാം പറയുമെന്ന് പറയുകയാണ്. ഭീഷണിപ്പെടുത്തുന്ന പോലെ പറയുമ്പോൾ അശ്വിൻ സഹി കേട്ടിട്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ഒന്ന് ഈ മദ്യത്തിൻ്റെ കുറച്ച് ലഹരിയുള്ളൊരു പാനീയം, പിന്നെ സാധാ ഒരു വെള്ളമായിരിക്കും, സാധാ ജ്യൂസ് പോലത്തെ. അപ്പോൾ ശ്രുതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ അതിലത്തെ എടുത്ത് കുടിക്കുക. അപ്പോൾ ഞാൻ കുടിക്കും, എന്നിട്ട് പറയും ഞാൻ കുടിച്ചോളൂ, ഇനി നീ ആരോടും ഒന്നും പറയണ്ടെന്ന് പറയാണ്. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവും. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യും, ഒരു ഗ്ലാസ്സും കൂടി കുടിക്കണം പറഞ്ഞിട്ട് അവനിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ ഇതൊന്ന് എടുത്തിട്ട് കൊടുക്കും. അവൾ കയ്യിൽ കൊടുക്കുമ്പോൾ ഇവൻ വിചാരിക്കുക ഈ ജ്യൂസ് തന്നെ ആയിരിക്കും വിചാരിച്ചിട്ട് അശ്വിൻ അത് മേടിച്ച് കുടിക്കുന്ന അശ്വിൻ കുറച്ച് കൺട്രോൾ വിടും. പിന്നെ അശ്വിൻ ഒരു മദ്യലഹരിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ശ്രുതിയോട് അശ്വിൻ ഒരു ഇഷ്ടമൊക്കെ തോന്നും. ശ്രുതി ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ശ്രുതിയുടെ ആ ഭംഗിയൊക്കെ അശ്വിൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടി ഒരു കപ്പിൾ ഡാൻസൊക്കെ കളിക്കുന്ന സീൻസൊക്കെ അന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. കുറച്ച് റൊമാൻറ്റിക്കായിട്ട് രണ്ടുപേരും ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രുതി മാറി നിൽക്കുന്നതാണ്. ശ്രുതി ഇവരുടെ റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്നത് അശ്വിൻ കാണുന്നുണ്ട്. അപ്പോൾ അശ്വിൻ എൻ്റെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണേ, എന്താ ശ്രുതി നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കറിയില്ല, എൻ്റെ നെഞ്ചിടിപ്പൊക്കെ കൂടുന്നു, നിങ്ങളെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പൊക്കെ കൂടുകയാണ്, എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ കണ്ണിക്ക് നോക്കിയിട്ട് അതെന്താ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് പറയുകയാണ്. എന്നിട്ട് അശ്വിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് അവളുടെ നെഞ്ചത്ത് വെച്ചിട്ട് ഇങ്ങനെ ശ്രുതി പറയണം, ഇല്ലേ നെഞ്ചിടിപ്പ് കൂടുന്നില്ലേ, എനിക്ക് നിങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ നെഞ്ചിടിപ്പൊക്കെ കൂടുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ പോകാൻ നിൽക്കുമ്പോൾ അശ്വിൻ്റെ കൈ പിടിച്ച് അവളുടെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചിട്ട് ശ്രുതി പിന്നെയും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലേ, ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെയോ ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെയോ ഒന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ഒന്നും പറയുന്നില്ല. എന്നാൽ എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് അശ്വിനും മറുപടി ഇല്ലാതെ, പറയൂ സർ, എന്താണ് പറയൂ അശ്വിൻ, എനിക്ക് എന്താ അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ ചെറിയ കുട്ടികളുടെ പോലെ ഇങ്ങനെ കൊഞ്ചാണ്. അപ്പം അശ്വിൻ പറയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ശ്രുതി, നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണിലെ പ്രണയമൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ശ്രുതി വീണ്ടും അശ്വിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതി മെല്ലെ അശ്വിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ മുറുക്കി കെട്ടിപ്പിടിക്കുകയാണ് അശ്വിനെ. അപ്പോൾ അശ്വിനും അതുപോലെ ശ്രുതിയെ മുറുക്കി കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും മദ്യലഹരിയിലാണ് കേട്ടോ. രണ്ടുപേരും മുറുക്കി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അപ്പുറത്ത് നിന്നിട്ട് ശ്യാം കാണുന്നുണ്ട്. അപ്പോൾ ശ്യാമിന് നല്ല ദേഷ്യം വരുന്നതൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഹോളി ദിവസം ശ്രുതി അശ്വിനും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് അവരുടെ സ്നേഹമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്, അവരുടെ മദ്യലഹരിയിലാണ് പറയുന്നുണ്ടെങ്കിലും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടാണ് അവർ ആ ദിവസം കിടന്നുറങ്ങുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്